കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലും യേശു പോരായി. നല്ല പെറ്റമ്മയിലും യേശു പോരായി. ക്രിസ്ത്യാജീവിതം പോ ഭാഗ്യം പാരിലെന്നുള്ളൂ. ക്രിസ്ത്യാജീവിതം പോ ഭാഗ്യം പാരിലെന്നുള്ളൂ. ഓ ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമം ജീവി പാരിലെന്നുള്ളൂ. മകൾ ഭാഗ്യമം പാരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്നുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെ. അനുഭവമുള്ള ദൈവമക്കളെ ഇവിടെ ഇരിക്കുന്ന ദൈവാസ്മാര കരകളെ ഒരു ഹല്ലേലൂയ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിതരായ വിശക്തന്മാരെ പിതാസന്മാര് ദൈവമക്കളെ ഇവിടെ വിവിധ ഇടങ്ങളിലായി എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സൂര്യനെ വിളിച്ചു ഒരു പ്രോഗ്രാമിലായിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെയും പിന്നെയും വിളിച്ച് എന്നിട്ടും ഞാൻ സൈലന്റ് കിടന്ന് അതൊന്നും അറിഞ്ഞില്ല. അതെടുത്തപ്പോഴാണ് പറഞ്ഞു ഇന്ന് ഇവിടെ ഒരു രാത്രി പ്രാർത്ഥനയുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവസ്തോത്രം. എനിക്ക് പല കാര്യങ്ങള് സൂര്യയുള്ള ബന്ധത്തില് അടുത്തറിഞ്ഞ പല കാര്യങ്ങള്, ചുരുക്കമായ ചില കാര്യങ്ങള് നിങ്ങളെ ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവസ്തോത്രം. സൂര്യ വിവാഹം കഴിച്ചിരിക്കുന്നത് കഥാദാസിയുടെ ഫസ്റ്റ് കസിന്റെ മകളാണ്. വിവാഹ നിശ്ചയവും വിവാഹവും ഒരുമിച്ച് നടത്തിയത് ഒരേ അവസരത്തിൽ. നമ്മുടെ ഇവിടുത്തെ മോളത്തെ ഹോള് അത് പൊളിച്ചു പോന്നുകൊണ്ടിരുന്ന സമയത്താണ് പ്രിയ തമ്പിശോറിന്റെ വീടിന്റെ ഹോള് ഡ്രസ്സിന്റെ അവിടെ വെച്ചാണ് എൻഗേജ്മെന്റും കല്യാണമൊക്കെ നടത്തിയത്. സോദരൻ ഹോള് പണിയുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അധികം പേരോട് പറയാത്ത കാര്യമാണ്. സാമ്പത്തികമായി നല്ല കഴിവുള്ളവരൊക്കെ അതിനനുസരിച്ചൊക്കെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൂര്യ അതുപോലെ അന്ന് ജോലിയുള്ള ബന്ധത്തിൽ ഒരു സ്ഥലത്തായിരുന്നു. സൂര്യ ആ നിലയുള്ളായിരിക്കുന്ന ഒരു കൂട്ടായ്മ കാണിച്ചു. അത് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇതാരും അറിയില്ല, ഞാനൊരു 10,000 രൂപ തരികയാണ്, വീട്ടിൽ പോലും അറിയില്ല. ഞാനിപ്പോഴാണ് പറയുന്നത്. അപ്പെല്ലാം പോലീസിലോ കഥാന്റെ വേലയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് കൊടുക്കുവാനും ദൈവദാസന്മാരെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും കാര്യങ്ങളുള്ള ആ ഹൃദയം ദൈവത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം ആർക്കും കടക്കാരനല്ല, ആർക്കും കടക്കാരനല്ല. നമ്മളൊരു കൊച്ചു കാര്യം ചെയ്ത കഥാ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ഒരു ഗ്ലാസ് തണ്ണി കൊടുത്ത പ്രതിഫലം കിട്ടാതെ പോകയില്ല. നിശ്ചയമായും അത് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. സഹോദരൻ, മറ്റൊരു കാര്യം, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല ദൈവം പ്രവർത്തി. ദൈവത്തിൻ്റെ സമയമുണ്ട്, അതുവരെ ഇപ്പം നമ്മള് വെയിറ്റ് ചെയ്യണം. സഹോദരൻ, മധുവിശ്വരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. കഥാർത്ഥത്തോളം തന്റെ ദാസനെ സഹായിച്ചല്ലോ. പ്രിയകഥാന്റെ ദാസി വളരെ ശുഷ്കാന്തിയോടും തീക്ഷണതയോടും കൂടെ ഇവിടെ ആ സഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് ആ നിലയിൽ ആരാധിക്കുകയും ആ നിലയിൽ എല്ലാ ദൈവങ്ങളെ ആദരിക്കുകയും മാറ്റുന്നതിൽ അനുഭവമായിരുന്നു. സ്വാഗതം.
വളരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എനിക്ക് വളരെ അറിയാം സഹോദരൻ. അപ്പോൾ കഴിഞ്ഞ നാളുകളിലെ മാതാവോ പിതാവോ അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഒരു തുള്ളി കണ്ണീര് മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഉത്തരം തന്നേ മതിയാകിയുള്ളൂ. സ്തോത്രം. ഇന്നല്ലെങ്കിൽ നാളെ അത് തലമുറകൾക്ക് അത് നിക്ഷേപമായി മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനൊരു കാര്യം വാസ്തവമായി നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് സോജിയെ ദൈവം ഇത്രയും ആദരിക്കാൻ കാരണം? എനിക്ക് വേറൊന്നും പറയാനില്ല. ഈ കൂട്ടാരയുടെ പ്രദേശത്ത് ഒരു പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചു. ഒരു പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചു. കേവലം പേരിലല്ല, അനുഭവത്തില് സാക്ഷ്യത്തോടെ ഇവിടെ പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചു. സ്തോത്രം. അപ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഷർട്ട് വെള്ളയാണോ, ആളെ പേഴ്സണാലിറ്റി ഉണ്ടോ, എങ്ങനെയാണ്, ഗ്ലാമർ ഉണ്ടോ, പൈസ ഉണ്ടോ, സമ്പത്തുണ്ടോ, വണ്ടിയുണ്ടോ, കാറുണ്ടോ, മറ്റുള്ള എന്തൊക്കെയോ ഉണ്ടോ, അതല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഇന്ന് സന്ധ്യാവേളയിൽ ശ്രമിക്കുന്ന എല്ലാ മാന്യസ്ഥേനും ഞാൻ ഓർപ്പിക്കട്ടെ. ഈ കൂട്ടാല പ്രദേശത്ത് ഇവിടെയുള്ള ദൈവമക്കള്, ഞാൻ ആരെയും കുറ്റം പറയില്ല, കാരണം കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണമൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നാം മനസ്സിലാക്കണം നാം ആരാണെന്നുള്ളത്. നാം ആരാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരിക്കല് ഒരു രാജാവ് തന്നെ മകനോട് പറഞ്ഞു, ആ മകൻ വളരെ താണ നിലയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ആ നിലകളില് കൂട്ടുകെട്ടായി നടക്കുക. അലക്സാണ്ടർ എന്ന് പറയുന്ന ആലിക്കുന്ന അയോനക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ഫിലിപ്പ് രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ നടക്കുന്നവനല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആരുടെ മകനാണ്, നീ ആരുടെ മകനാണെന്ന് നീ ചിന്തിക്കണം. തന്നെയല്ല, നീ ആരായി തീരുമെന്നുള്ള ആ നിശ്ചയം നിനക്കുണ്ടായിരിക്കണം. ഞാൻ ഓർമ്മിക്കട്ടെ, നാം ദൈവമക്കളാണ്. നമുക്ക് ആ വലിയ പദവി ദൈവം തന്നിട്ടുണ്ട്. നാം അപ്രകാരം ദേശത്ത് പാർത്ത് വിശ്വസ്തരായി നിന്നാൽ നാം ആരോടും സൂചനം പറയണ്ട. അനേകര് കർത്താവിനെ അറിയാതെയായി. വേറൊന്നും വേണം, ആരെയും വേറെ ഉയർത്തണ്ട. യേശുവിനെ മാത്രം ഉയർത്തിയാൽ മതി, കർത്താവിനെ മാത്രം ഉയർത്തിയാൽ മതി. ദൈവമായ കർത്താവ് ഈ ഭവനത്തെയും സോജിയും കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാവരെയും ആസ്വദിക്കട്ടെ. എല്ലാവർക്കും എന്റെ സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവിനെ